എന്താണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് കാവേരി വാട്ടർ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് നോക്കാം. കാവേരി വാട്ടർ ഒറിജിൻ കർണാടകയിൽ നിന്നാണ് ഒറിജിൻ ചെയ്യണം. ഒറിജിൻ ചെയ്തിട്ട് ദറ്റ് ഈസ് കേരള, പോണ്ടിച്ചേരി, തമിഴ്നാട് കൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കാവേരി വാട്ടർ എന്ന് പറയുന്നത്, കാവേരി റിവർ എന്ന് പറയുന്നത്. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ആണ്. ദറ്റ് ഈസ് കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ഒരു ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ആണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് എന്ന് വിളിക്കാനുള്ള കാരണം ദറ്റ് ഈസ് കാവേരി വാട്ടർ കർണാടകയോടെ ഒഴുകുന്നുണ്ട്, തമിഴ്നാടും കൂടി ഒഴുകുന്നുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒറിജിൻ പരിശോധിക്കാൻ വെച്ചാൽ നമുക്കിത് പണ്ട് മുതൽക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് കാണാം. ദറ്റ് ഈസ് 1992 1924 വരെ ദറ്റ് ഈസ് മദ്രാസ് പ്രസിഡൻസി, മൈസൂർ പ്രസിഡൻസിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. ദറ്റ് ഈസ് വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ദറ്റ് ഈസ് ഇത് പണ്ട് മുതൽക്ക് തന്നെയുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. 1990 സെൻട്രൽ ഗവൺമെന്റ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പവർ പാർലമെന്റിന് നൽകുന്നത് ആർട്ടിക്കിൾ 262 പ്രകാരമാണ്. ഈ ഒരു പവർ പാർലമെന്റിന് നൽകുന്നത്. ആർട്ടിക്കിൾ 262 പ്രകാരം നമുക്ക് നോക്കാന്ന് വെച്ചാൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ടാവാന്ന് വെച്ചാൽ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ പാർലമെന്റിന് ഒരു ട്രൈബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ആർട്ടിക്കിൾ 262 പറയുന്നത്. അങ്ങനെ 1990 ട്രൈബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ 2007 ട്രൈബ്യൂണൽ എന്താണ് വാട്ടർ ഷെയറിംഗ് റൈറ്റ് കൊടുക്കാണ്. അങ്ങനെ 2013 സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാണ്. ദറ്റ് ഈസ് 2007 ട്രൈബ്യൂണൽ വിധി എന്താണ് ലീഗലി ബൈൻഡിങ് ആണ് 2013 സെൻട്രൽ ഗവൺമെന്റ് എന്താണ് നോട്ടിഫൈ ചെയ്യാൻ. അങ്ങനെ 2018 സുപ്രീം കോടതി ഒരു വാട്ടർ ഷെയറിംഗ് കപ്പാസിറ്റി മോഡിഫൈ ചെയ്യണം. അത് പ്രകാരം കർണാടകയ്ക്ക് മോർ വാട്ടർ അലൊക്കേഷൻ ഉണ്ടാവും. തമിഴ്നാടിന് 177.25 TMC വാട്ടർ ആയിരിക്കും ആനുവലി കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ 2018 കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയും കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റിയും നിയോഗിച്ചു. അതുപോലെ തന്നെ DMKയുടെ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയെ DMK സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് കാവേരി വാട്ടർ മാനേജ്മെന്റ് ഓർഡർ നടപ്പിലാക്കാൻ DMK സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തമിഴ്നാടിന് 3500 ക്യൂസെക്സ് വാട്ടർ എന്താണ് 50 ഡേയ്സിന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ കർണാടക സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ കോൺഫ്ലിക്റ്റിന്റെ മെയിൻ കാരണം, ഡിസ്പ്യൂട്ടിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കർണാടക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ട്. ദറ്റ് ഈസ് ബാംഗ്ലൂർ പോലെയുള്ള അർബൻ സെന്റേഴ്സിൽ ദറ്റ് ഈസ് വാട്ടർ സ്കേഴ്സിറ്റി രൂക്ഷമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഡാമിന്റെ ദറ്റ് ഈസ് അവിടെ റിസർവറിന്റെ വാട്ടർ കുറവാണ്. അപ്പൊ അധികമായിട്ട് വെള്ളം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കർണാടക ഗവൺമെന്റ് പറയുന്നത്. അത് മാത്രമല്ല തമിഴ്നാട് ഗവൺമെന്റ് എന്ന് പറയുന്നത് കാവേരി ഡെൽറ്റ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്, പാഡി കൾട്ടിവേഷൻ. അപ്പൊ ഈ ഒരു വെള്ളം റിലീസ് ചെയ്തില്ലെങ്കിൽ പാഡി കൾട്ടിവേഷനെ ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഡിസ്പ്യൂട്ട് നിലനിൽക്കാനായിട്ട് കാരണം, ഇപ്പോഴത്തെ ഡിസ്പ്യൂട്ടിന്റെ സത്യാവസ്ഥ. അപ്പൊ നമ്മളൊന്ന് നോക്കണം, കർണാടക എന്ന് പറയുന്നത് അപ്പർ റിപ്പേറിയൻ സ്റ്റേറ്റ് ആണ്, തമിഴ്നാട് എന്ന് പറയുന്നത് ലോവർ റിപ്പേറിയൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇത്ര മാത്രമാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് രൂപേണ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെച്ചാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.